സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അശരണരെയും ചേർത്ത് പിടിക്കുന്ന പദ്ധതികൾ സമൂഹത്തിനാകെ വലിയ സന്ദേശമാണ് നൽകുന്നതെന്ന് ജോസ് കെ മാണി എം.പി. പറഞ്ഞു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം.എൽ.എയുടെ നേതൃത്വത്തിൽ സേവന സന്നദ്ധ സംഘടനയായ എം.എൽ.എ സർവീസ് ആർമി പൂഞ്ഞാറിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും നിർധനരായ 100 കിടപ്പ് രോഗികൾക്ക് പ്രതിമാസം 1000 രൂപ ഒരു വർഷത്തേക്ക് ധനസഹായം നൽകുന്ന കാരുണ്യസ്പർശം പൂഞ്ഞാർ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ എല്ലാ ആഴ്ചയിലും ലോട്ടറി ഉണ്ട്. അതുപോലെ തന്നെ സാധാരണ ആയിട്ടുള്ള ലോട്ടറിയാണ് ഈ ശനിയാഴ്ച ഉള്ളത്. പക്ഷെ ശനിയാഴ്ച സമ്മാനവും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഈ ശനിയാഴ്ച ഉള്ള ആ കാരുണ്യ ലോട്ടറി ആണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ലോട്ടറി പണക്കാരെടുക്കാറില്ല, അവൻ്റെ ആവശ്യവുമില്ല. എടുക്കുന്ന സാധാരണക്കാരായി എടുക്കുന്ന ആൾക്കാരാണ്. അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ആ ലോട്ടറി എടുക്കുന്നത്? അവർക്ക് സമ്മാനം ലഭിക്കും എന്നോർത്തുകൊണ്ട് മാത്രമല്ല, എനിക്ക് സമ്മാനം ലഭിച്ചാൽ ആ ഭാഗ്യം മറ്റു ചിലരുടെ നിർഭാഗ്യം പരിഹരിക്കും എന്നുള്ളൊരു വിശ്വാസമുള്ളതുകൊണ്ടാണ്. ആ വിശ്വാസമുള്ളതുകൊണ്ട് ഇന്ന് ജനങ്ങൾ അതിൽ പങ്കാളികളായി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയായി എന്നുള്ളതാണ്. വെളിച്ചിയാനി സെന്റ് തോമസ് പള്ളി പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ എം.എൽ.എ സർവീസ് ആർമി രക്ഷാധികാരി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം.എൽ.എ അധ്യക്ഷത വഹിച്ചു. പാർത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വെളിച്ചിയാനി സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പാലമൂട്ടിൽ, എടച്ചോറ്റി ആശ്രമം രക്ഷാധികാരി സരസ്വതി തീർത്ഥപാദ സ്വാമികൾ, പാർത്തോട് മുഹൈദ്ദീൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ജനാബ് അനസ് അൽ ഖാസിമി തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമായ അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, ജോർജ് കുട്ടി അഗസ്തി, ബിജോയ് ജോസ്, തോമസ് കാട്ടക്കൻ, ജോണിക്കുട്ടി മർത്തലകം, ഡയസ് കൊക്കാട്, സോഫി ജോസഫ്, കെ.പി. സുജീലൻ, ജിജിമോൾ ഫിലിപ്പ്, ബാബു ടി ജോൺ, തോമസ് ചെമ്മരപ്പള്ളിയിൽ, ജിൻസ് കിഴക്കേക്കൊമ്പിൽ, അബേഷ് അലോഷ്യസ്, സണ്ണി വാവലാങ്കൽ, എം.എൽ.എ സർവീസ് ആർമി ഭാരവാഹികളായ ബിജോ ജോൺ ചാലക്കുഴി, ഡോക്ടർ ആൻസി ജോസഫ്, സുജ എം.ജി, പി.എം. സെബാസ്റ്റ്യൻ പുല്ലാട്ട്, പി.പി.എം. നൌഷാദ്, അരുൺ ആലക്കപ്പറമ്പിൽ, അജ്മൽ മലയിൽ, പി.എസ്.എം. റാംലി, സി.വി. ജോസഫ് തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 10 സ്കൂളുകളിൽ നിന്നുള്ള 100 നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുന്ന പഠനോപകരണങ്ങളുടെ വിതരണവും അതോടൊപ്പം 25 നിർധന വൃക്ക രോഗികൾക്ക് നൽകുന്ന സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം എന്നിവയുടെയും സംയുക്ത ഉദ്ഘാടനമാണ് ഇതിനോട് അനുബന്ധിച്ച് നടന്നത്. എം.എൽ.എ സർവീസ് ആർമിയുടെ നേതൃത്വത്തിൽ ഫ്യൂച്ചർ സ്റ്റാർസ് എഡ്യൂക്കേഷൻ പ്രൊജക്ട്, ഫലസമൃദ്ധി കാർഷിക പദ്ധതി, കാരുണ്യഭവന നിർമ്മാണ പദ്ധതി, കൈത്താങ് എന്ന പേരിൽ ചികിത്സാ വിദ്യാഭ്യാസ സഹായങ്ങൾ തുടങ്ങി നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.